ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ദ റിയൽ വോയിസ് ഓഫ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്നേഹസ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്നും സംസാരിക്കാൻ ശ്രമിക്കുന്നത്, നമ്മളെ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട ഓരോരോ വിഷയങ്ങളാണ്. ഇതൊരു ഇന്ന പ്രൊഫഷൻ ചെയ്യുന്ന ഒരാളുടെ ചാനൽ എന്നുള്ള രീതിയിലായിരിക്കില്ല. അങ്ങനെ ആയിരിക്കരുത് അറിയപ്പെടേണ്ടത്. ഞാൻ നിങ്ങളുടെ ഒരു സഹോദരൻ, നിങ്ങളുടെ ഒരു കൂടപ്പിറപ്പ് എന്നുള്ള രീതിയിൽ മാത്രം നിങ്ങൾ ഈ ഒരു ചാനലിൽ കണ്ടാൽ മതി. ചില രീതികൾ നമ്മൾ തമാശയിലൂടെ ആയിരിക്കും ചില കാര്യങ്ങൾ പറയേണ്ടത്, അല്ലെങ്കിൽ പറഞ്ഞ് ഞാനത് ശ്രമിക്കുന്നത്. എല്ലാവരും വളരെയധികം സഹകരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പോസിറ്റീവായിട്ടാണ് ഈ ചാനലിനെ കാണുന്നത്. അതുകൊണ്ടാണല്ലോ ഈ ചാനൽ വളരെ നല്ല രീതിയിൽ നിങ്ങൾ സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് നിരന്തരം ഓരോ ദിവസവും കൂടിക്കൊണ്ടുവരികയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, 2-3-4 വീഡിയോ നമ്മുടേത് 10Kയിൽ കൂടുതലായി, 15K ഒക്കെ ആയി. നമ്മൾ ഏകദേശം ഈ ഒരു ചാനൽ തുടങ്ങിയിട്ട് 1 മാസം ആവുന്നേ ഉള്ളൂ. പക്ഷേ എന്നും വീഡിയോയും ഷോർട്ട് വീഡിയോസ് ഇടാൻ ശ്രമിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം എന്നും നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടുകയും ലൈക്കേഴ്സിൻ്റെയും കമൻറ്റേഴ്സിൻ്റെയും ഒക്കെ എണ്ണം കൂടുന്നു. വളരെ സന്തോഷമുണ്ട് ആ ഒരു കാര്യത്തിൽ. ഞാൻ പറഞ്ഞു വന്നത്, ഇന്നലെ ഞാനൊരു MDMA കുറിച്ചൊരു പോസ്റ്റ് ചെയ്തിരുന്നു. MDMA കുറിച്ചുള്ള ഒരുപാട് മാതാപിതാക്കൾ, ഒരുപാട് ഫ്രണ്ട്സ്, സഹോദരന്മാർ ഒക്കെ ഈ ഒരു MDMAയുടെ ആഫ്റ്റർ എഫക്റ്റ് അല്ലെങ്കിൽ ബുദ്ധിമുട്ടിന് ഒരുപാട് ആളുകൾ പാത്രമായിക്കൊണ്ടിരിക്കുക, ഒരു ബുദ്ധിമുട്ട് പ്രയാസത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു അവസ്ഥയിൽ ഞാൻ MDMA കുറിച്ച് വളരെ നല്ല രീതിയിലുള്ള ഒരു വീഡിയോ ചെയ്യുകയുണ്ടായി. അതിൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്, നിങ്ങൾ ഫോക്കസ് ചെയ്യപ്പെടേണ്ടത് യോഗ അത്രയും നല്ല ഉപകാരപ്പെടും. യോഗ അവരെ സ്പിരിച്വൽ സെറ്റപ്പിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം. ചില മരുന്നുകൾ നമുക്ക് അവർക്ക് കൊടുക്കേണ്ടതായി വരും. കാരണം ചില മൂലകങ്ങൾ, ചില മിനറൽസൊക്കെ അവരുടെ ഇത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥ വരും. അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ചില മരുന്നുകളും കൊടുക്കേണ്ടതായി വരും. ഓക്കെ ഫ്രണ്ട്സ്, ഒട്ടും ടെൻഷൻ അടിക്കേണ്ട ആരും. വളരെ നല്ല രീതിയിൽ നമുക്ക് മാതാപിതാക്കളോടാണ് മെയിനായിട്ട് പറയുന്നത്. കുഞ്ഞാൻ അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ ബേജാറാവേണ്ടതില്ല. നമ്മുടെ നാടൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒക്കെ അതിനൊക്കെയുള്ള മാർഗങ്ങളുണ്ട്. ഓക്കെ, എല്ലാവിധ ഇപ്പം ഡോക്ടേഴ്സ് ഒരുപാട് വിവരമുള്ള ഒരുപാട് സൈക്യാട്രിക് ആയുർവേദ ഡോക്ടർമാർ തന്നെ ഉണ്ട്. നമുക്ക് അവരൊക്കെ പോയി വേണമെങ്കിൽ അതിനുള്ള ഹെൽപ്പൊക്കെ ഞാനും ചെയ്യാം കേട്ടോ. ഒട്ടും ഭയപ്പെടേണ്ടതില്ല. അവരൊക്കെ നല്ല രീതിയിൽ തന്നെ